ദൈവത്തിന് സ്തുതി. അമ്മ മാതാവിലൂടെയും തിരുക്കുമാരനിലൂടെയും എനിക്ക് ലഭിച്ച, ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജെമിനി ജോസഫ്. ഞാൻ കോട്ടയം കൈപ്പുഴയിൽ നിന്നും വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് 18, 2023 ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഞാനൊരു നേഴ്സാണ്. OET എക്സാം ഞാൻ 2 പ്രാവശ്യം എഴുതി. ഞാൻ പാസ്സായില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി OET ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. ക്യാപ് കോഴ്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ന്യൂസിലൻഡിലായിരുന്നു. ഉടമ്പടി ഞാൻ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ക്യാപ് കോഴ്സ് പാസ്സാകാൻ സാധിക്കുകയും അതിനുശേഷം എനിക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾ ജിയ ജോർജ്. അവൾ 10ാം ക്ലാസ് ISC ബോർഡ് എക്സാമിന്, അവൾക്ക് ഹിന്ദി എക്സാമും ഇംഗ്ലീഷ് എക്സാമും നല്ല ടഫായിരുന്നു. അവൾക്ക് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കുണ്ട്. അപ്പം ഞാൻ ഒത്തിരി എഴുതണ്ടല്ലോ എന്നോർത്ത് ഞാൻ നിയോഗം എഴുതിയത് അവൾക്ക് റാങ്ക് കിട്ടണമെന്നായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം നൽകുകയും ചെയ്തു. അവൾ അതും കൊണ്ടാണ് എക്സാം എഴുതാൻ പോയത്. അവൾക്ക് ഹിന്ദി എക്സാമിന് 100-ൽ 99 മാർക്ക് കിട്ടുകയും ഇംഗ്ലീഷിന് 96% മാർക്ക് ലഭിക്കുകയും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ സ്ഥലത്ത് ഒരു കുളമുണ്ടായിരുന്നു. അത് ഹസ്ബൻഡ് ഞങ്ങൾ വൃത്തിയാക്കി അതിൽ മീൻ വളർത്താൻ തുടങ്ങി. കുറച്ച് മീനിനെ ഇട്ടു. ഒരു 2 മാസം ആയപ്പോഴത്തേക്കും വെള്ളമെല്ലാം ചീത്തയാകുകയും മീൻ ചത്തുപോകാൻ തുടങ്ങുകയും ചെയ്തു. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കുളത്തിന് ചുറ്റും നടന്ന് ഉപ്പ് വിതറുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്തു. ഉടമ്പടി ഉപ്പ് വിതറുകയും വിശ്വാസപ്രമാണം ചൊല്ലി കുളത്തിന് ചുറ്റും നടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി വെള്ളം ക്ലിയർ ആകുകയും മീനുകൾക്കൊന്നും കുഴപ്പമില്ലാതെ ഒരു 8 മാസമായപ്പോൾ ഞങ്ങൾ മീൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. മീൻ പിടിക്കാൻ ആൾക്കാർ വന്നു. അവർ പറഞ്ഞു ഒരുമിച്ച് പിടിക്കാൻ കുഴപ്പമില്ല, എല്ലാം വിറ്റ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മീൻ പിടിച്ചു. പക്ഷേ 3 സ്ഥലത്ത് കൊണ്ടുപോയി, കോട്ടയം ചന്ത, ഏറ്റുമാനൂർ, അങ്ങനെ വേറൊരു സ്ഥലത്തും കൂടെ കൊണ്ടുപോയി. എങ്ങും വിൽക്കാൻ പറ്റിയില്ല. അപ്പം കുറച്ച് സമയമായി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ട് മീനെല്ലാം ചത്തുപോകും, തിരിച്ചു കൊണ്ട് നിടാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാനും മക്കളും കൂടെ വീട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല. അതിന് മുന്നേ ഹസ്ബൻഡ് പറഞ്ഞു കുമരകത്തെ മീൻ കച്ചവടമായിട്ടുണ്ട്, അങ്ങ് പോവുക എന്ന്. അവിടെ പോയി നല്ല വിലയ്ക്ക് മീൻ വിൽക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലം പൂശുകയും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും രോഗമുള്ളിടത്ത് എപ്പോഴും പുരട്ടാറുണ്ട് എല്ലാവരും. പിന്നെ തേനും ഉപ്പും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്കൊരു 4 വർഷത്തോളമായി എൻ്റെ കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റീസെൻ്റായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലാകുകയും ഇപ്പോൾ ഞാനൊരു മെഡിസിനും കഴിക്കുന്നില്ല. എൻ്റെ പേര് ജിയ ജോർജ്. ഞാൻ കൈപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കൃപാസന മാതാവ് നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. എനിക്ക് 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് എല്ലാ വിഷയങ്ങളും അത്യാവശ്യം പാടായിരുന്നു. അമ്മ എനിക്ക് അതിനകത്ത് നല്ല മാർക്ക് നൽകി. അതിനകത്ത് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു.